ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഉണ്ണി വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നമ്മുടെ ഒറ്റപ്പാലം ചെനക്കത്തൂർ അമ്പലത്തിൻ്റെ അവിടെ പൂരത്തിനോടനുബന്ധിച്ചുള്ളൊരു ചെറിയൊരു എക്സിബിഷൻ ഹാളാണ്. അപ്പോൾ നമ്മളവിടെ അങ്ങനെ രാത്രി ഒന്ന് ഇറങ്ങിയതാണ്, ജസ്റ്റ് ഒന്ന് ട്രിപ്പായിട്ടൊന്ന് ഇറങ്ങിയതാണ്, കുറച്ച് നേരത്തിന് മാത്രം. അപ്പോൾ അവിടെയുള്ള ഒരു ചെറിയ ചെറിയ കാഴ്ചകളാണ് ഇന്നത്തെ. ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ പരിപാടികളൊക്കെ കഴിയാറായിരിക്കണം, എല്ലാ പരിപാടികളും കഴിയാറായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ വേഗം കാറൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വേഗം ചാടി പിടിച്ച് ചെല്ലുന്നത്. അപ്പോൾ തന്നെ അവിടെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ അറിയാലോ, പൂരപ്പറമ്പൊക്കെ ആകുമ്പോൾ ബാഗ് കാര്യങ്ങൾ, വള, മാല, അങ്ങനെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പോലും നമ്മൾ കുറേ വാങ്ങും. എങ്ങനെയായാലും കുട്ടികളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഇഷ്ടപ്പെട്ട് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. പിന്നെ നമ്മുടെ അവിടുത്തെ പന്തലുകൾ നല്ല രസമായിരുന്നു കാണാൻ, വളരെ ഭംഗിയായിരുന്നു. രാത്രി ആകുമ്പോഴേ ലൈറ്റ് ഇട്ട് നിൽക്കുമ്പോൾ അല്ല, അത് നമ്മുടെ ജനുവലും കാര്യങ്ങളൊക്കെ, അപ്പോൾ ആ ലൈറ്റ് ഇട്ട് നിൽക്കുമ്പോൾ എന്ത് രസമാണ് കാണാൻ. അതേമാതിരി നമ്മൾ നല്ല ഉള്ളിലേക്ക് കയറി നമ്മുടെ എന്താ പറയുക, ചായ, ബജ്ജി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങണതിൻ്റെ അവിടേക്ക് മെല്ലെ കയറി നോക്കി. അവിടെയൊക്കെ ഫുള്ള് ആൾക്കാരുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ രാത്രി എത്ര ഒരു വളരെ ലേറ്റായി പോയാലും ആളുകൾ ഫാമിലി ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അറിയാലോ, നമുക്ക് നമ്മുടെ ഈ പൂരത്തിനെ കുറിച്ചിട്ട് നമുക്കറിയാം, നല്ല തിരക്കുള്ള പൂരമാണ്. അപ്പം എല്ലാ കുട്ടികളും ഓരോരുത്തരൊക്കെ ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ച് നടക്കുന്നുണ്ട്. ഞാനും മേടിച്ചൊരു മാളക ഐസ്ക്രീം, അത് കഴിച്ചത് ഓർമ്മ ഉണ്ടായുള്ളൂ കേട്ടോ. എന്തൊരു എരിവ് അറിയുമോ. അപ്പോൾ ചെന്നൂരാണെങ്കിൽ ചെറുതായിട്ടൊരു പനിയുടെ ഒരു ലക്ഷണം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൾ കഴിച്ചില്ല. ബാക്കി കുട്ടികളും പിന്നെ ഇതെല്ലാവരും ഫ്രണ്ട്സും എല്ലാവരും കഴിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. കുറേശ്ശെ അങ്ങനെ പാട്ടൊക്കെ കേട്ട് അവിടെ നല്ല പാട്ടുകളും മ്യൂസിക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ കണ്ട് ഞങ്ങൾ നടക്കുകയാണ്. ഞാനാണെങ്കിൽ ഐസ്ക്രീം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ചിട്ട് കഴിക്കുന്നുണ്ട്, വീഡിയോസ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല അങ്ങനെ ഒരു ചാടി കളിക്കണ ഒരിത്, അത് 2-3 ഉണ്ട്. കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഈ പൂരത്തിൻ്റെ സമയമാകുമ്പോൾ കുട്ടികൾക്ക് നല്ലൊരു എയിമാണല്ലോ. കുറേ കളിപ്പാട്ടങ്ങളും അതേമാതിരി ഇങ്ങനെ ഓരോ റൈഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ചില ആളുകളിൽ റൈഡുകളൊന്നും ആളുകളില്ല, കാരണം വെച്ചാൽ ഇതൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ എന്തൊക്കെ അപകടം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തോന്നുന്നു ആളില്ല. പക്ഷേ തോണി ഞാൻ കുറേ നേരം നോക്കി നിന്നു. തോണി ഈ ലൈറ്റിട്ട് കാണാൻ എന്ത് രസം അറിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താഴേക്കും മുകളിലേക്കും പോകുമ്പോഴേ നല്ല ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ കയറണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ആൾക്കത്ര വലിയ ധൈര്യം പോരാ. എനിക്ക് എന്തായാലും ധൈര്യം പോരാ, ഞാൻ എന്തായാലും ഇല്ല എന്ന് തന്നെ പറഞ്ഞു. പിന്നെ അത് ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നു. അപ്പോൾ അപ്പോഴാണ് കുട്ടികൾക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞത്. എൻ്റെ കൂട്ടുകാരൻ്റെ മക്കളാണ്, അപ്പോൾ അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ മെല്ലെ കടയിലേക്ക് പോകേണ്ടപ്പോൾ കണ്ടത് ഇതിലൊന്നും ആളില്ല. എനിക്ക് തോന്നണത് ഞങ്ങൾ ചെന്നപ്പോൾ തിരക്ക് കഴിഞ്ഞു എന്നാണ് തോന്നണത്. എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം തോണിയൊക്കെ നോക്കിയിരുന്നു. ഇതിൻ്റെ അടിയിലൊക്കെ കളറിങ്ങൊക്കെ കൊടുത്ത് നല്ല രസമുണ്ട്. ലൈറ്റിങ്ങൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ചെനക്കത്തൂർ അടിപൊളിയായിരുന്നു. ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കുറച്ച് പേര് മേടിക്കുന്നുണ്ട്. കുഞ്ഞുവിനാണെങ്കിൽ ചെറുതായിട്ട് പനിയുടെ കോളായതുകൊണ്ട് അവൾക്ക് കഴിക്കാനും പറ്റില്ല. അവൾക്ക് പിന്നെ ഒരു കാപ്പി മേടിച്ചു കൊടുത്തു. ഞങ്ങൾ വരെ പാനിപൂരിയൊക്കെ കഴിക്കാൻ വേണ്ടി പോയതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാനിപൂരിക്ക് അത്ര വലിയ ടേസ്റ്റൊന്നും പോരാ. എന്നാൽ മസാലപ്പൂരിക്ക് പിന്നെയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പാനിപൂരിയൊക്കെ വെറും ഒരു തണുപ്പായിരുന്നു. ഇതൊന്നും ഇവർ കത്തിക്കാതെ വെറുതെ വെച്ചേക്കാൻ. ഞാൻ 2ാം വട്ടം ഞാൻ അവരെ കൊണ്ട് അത് വീണ്ടും കത്തിക്കുകയാണ് ചെയ്തത്. എന്നാലും എൻ്റെ വീഡിയോസിന് എടുക്കുന്നതിനൊരു കുറവില്ല കേട്ടോ. ഞാൻ നല്ല രീതിയിൽ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുട്ടികൾക്കുള്ള ടോയ്സ് കാര്യങ്ങളൊക്കെ അവിടേക്ക് എത്തി. പിന്നെ കുട്ടികൾ അധികം ചെറിയ കുട്ടികളൊന്നും അല്ലാത്തതുകൊണ്ട് അവർക്ക് വള, മാല, പൊട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മെയിനായിട്ട് അവർ നോക്കുന്നത്. ക്ലിപ്സ് കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ജ്യൂസൊന്നും ഞങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞങ്ങൾ ഐസ്ക്രീംസ് കഴിച്ചു, പിന്നെ പാനിപൂരി അങ്ങനെ അതൊക്കെ കഴിച്ചു, അല്ലാതെ വേറെ ഒന്നും കഴിച്ചില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായി. കുട്ടികളൊക്കെ അവർക്ക് വേണ്ട ക്ലിപ്പുകൾ തലയിലിടാനുള്ളതൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ചെറിയതായിട്ടൊന്ന് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി നിന്നിട്ട് വീഡിയോസ് എടുക്കുകയാണിത്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോഴേക്കും കുറച്ച് ടൈം ആവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ടൊന്ന് എടുത്താണ് നമ്മുടെ പൂരത്തിൻ്റെ ആ ഭാഗം മൊത്തം. ചെറുക്കത്തിറക്കൊന്ന് മൊത്തം എടുക്കുക. എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ കുട്ടികൾ വളീമാലൊക്കെ ഇങ്ങനെ എടുക്കണതിൻ്റെ ഇടയ്ക്ക് എത്തി. ഞാനവിടെ അങ്ങനെ വളീമാലൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് അതേമാതിരി അവിടെ തന്നെ കുറേ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഫാമിലിയൊക്കെ ആയി പോയവർക്ക് നല്ല രസമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വളരെ ഒരു ഇതാണ്, നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. അതേമാതിരി തന്നെ ഈ ചെറിയൊരു ഇത് അങ്ങനെ കുറച്ച് നേരം വീഡിയോസ് എടുത്തതാണ്, നല്ല രസമുണ്ട്. അതിലാകെ ഒരു കുട്ടി ഉള്ളു തോന്നുന്നു, ബാക്കിയുള്ളവരൊക്കെ പോയിക്കണോ ഏകദേശം. എന്നാലും സമയം ലേറ്റായെങ്കിലും